നമസ്തേ ബച്ചോ. പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്നത്തെ ഈ വീഡിയോയിൽ 10ാം ക്ലാസ്സിലെ ഹിന്ദി പാഠപുസ്തകത്തിൽ വരുന്ന സെക്കൻഡ് യൂണിറ്റിലെ സെക്കൻഡ് ചാപ്റ്ററാണ്. പാഠത്തിൻ്റെ പേരാണ് വൈറ്റ് ക്യാപ്പ്. ഇതൊരു കഹാനിയാണ്. കഹാനിക്കാർക്കാ നാം ഹെ ലോക് ബാബു. ലോക് ബാബു എഴുതിയ ഒരു കഹാനിയാണ് വൈറ്റ് ക്യാപ്പ്. പാഠത്തിൻ്റെ അല്ലെങ്കിൽ കഹാനിക്കാ നാം ഹെ വൈറ്റ് ക്യാപ്പ്. കഹാനിക്കാർ കാ നാം ഹെ ലോക് ബാബു. അപ്പം നമുക്ക് പേജ് നമ്പർ 36 ചിത്രത്തിൽ കാണാം കുറച്ച് കുട്ടികൾ ക്രിക്കറ്റ് കളിക്കുന്നത് അല്ലേ. അപ്പോൾ കഥ എന്താണെന്ന് നോക്കാം, എങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് പാരഗ്രാഫ്. नई बसाहटों के कारण हर साल शहर की शक्ल बदल जाती थी. निर्माणाधीन इमारतों में काम करने वाले मजदूरों का गांव इतनी दूर था कि वे रोज वहां लौट नहीं सकते थे. ऐसे मजदूर निर्माणाधीन इमारतें के आसपास ही किसी कोने में अपनी गटरियां रखकर चूल्हा सुलगाकर भोजन बनाते, खाते और रात गुजारते रहते. नई बसाहटों के कारण. ബസാഹട്ട് എന്നൊക്കെ പറഞ്ഞാൽ വാസസ്ഥലങ്ങൾ എന്നാണ്. അപ്പോൾ നൈ ബസാഹട്ടോം കെ കാരൻ, പുതിയ വാസസ്ഥലങ്ങൾ കാരണം. ഹർ സാൽ ഷഹർ കി ഷക്ല് ബദൽ ജാത്തി ഥി. അപ്പോൾ നഗരത്തിൻ്റെ രൂപം മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പുതിയ വാസസ്ഥലങ്ങൾ കാരണം നഗരത്തിൻ്റെ ഷക്ല് എന്ന് പറഞ്ഞാൽ രൂപം, ബദൽന എന്ന് പറഞ്ഞാൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. നിർമ്മാണാധീന ഇമാരത്തെയും, അതായത് പണിയിലിരിക്കുന്ന നിർമ്മാണത്തിലിരിക്കുന്ന കെട്ടിടങ്ങൾ. കാം കർണേ വാലെ മസ്ദൂരും, ജോലി ചെയ്യുന്ന തൊഴിലാളികൾ. ഗാവ് ഇത്തനി ദൂർഥ, അവരുടെ ഗ്രാമങ്ങളൊക്കെ വളരെ അകലെയായിരുന്നു. കി വേ റോസ് വഹാൻ ലൗട്ട് നഹി സക്തേ ഥേ, അതുകൊണ്ട് എന്താണ് അവർക്ക് അങ്ങോട്ട് മടങ്ങി പോവാൻ എന്താണ് വളരെയധികം ബുദ്ധിമുട്ടാണ്. ഏസെ മസ്ദൂർ, ഇങ്ങനെയുള്ള ആ തൊഴിലാളികൾ നിർമ്മാണാധീന ഇമാരത്തേം കെ, ആ പണി നടക്കുന്ന കെട്ടിടങ്ങളുടെ, ഇമാരത്ത് എന്ന് പറഞ്ഞ കെട്ടിടങ്ങൾ, ആസ്പാസ് ഹി, സമീപ സ്ഥലത്ത് അല്ലെങ്കിൽ സമീപ പ്രദേശത്ത്, ആസ്പാസ് എന്ന് പറഞ്ഞാൽ സമീപ്, കിസി കോനേമേം, ഏതെങ്കിലും ഒരു മൂലയിൽ, അപ്പനെ ഘട്ടരിയാം രക്കർ, അവരുടെ കെട്ടുകളൊക്കെ വെച്ചിട്ട്, ചൂൽഹ സുൽഗാക്കർ, അടുപ്പ്, ചൂൽഹ എന്ന് പറഞ്ഞാൽ അടുപ്പ് കത്തിച്ചിട്ട്, ഭോജൻ ബനാത്തെ, ഭക്ഷണങ്ങളൊക്കെ പാകം ചെയ്യുന്നു, ഖാത്തെ ഓർ രാത്ത് ഗുസാർത്തെ രഹത്തെ, രാത്രി ഭക്ഷണം കഴിച്ച് രാത്രി എന്താണ് അവരവിടെ ചിലവഴിക്കുന്നു. ബിത്താന എന്ന് പറഞ്ഞാൽ ചിലവഴിക്കുക, ഗുസാറിനെ ബിത്താന എന്നൊക്കെ പറഞ്ഞാൽ ചിലവഴിക്കുക എന്നാണ്. അതായത് അടുപ്പൊക്കെ കത്തിച്ച് ഭക്ഷണമൊക്കെ പാകം ചെയ്ത് അവർ രാത്രി അവിടെ ചിലവഴിക്കുന്നു എന്നാണ് പറയുന്നത്. ഇനി മസ്ദൂർ പഹരേദാരോ മേ ഏക് പരിവാർ കേശവ് കാ ഭീ താ. അങ്ങനെ ഈ തൊഴിലാളികളുടെയും, മസ്ദൂർ എന്ന് പറഞ്ഞാൽ തൊഴിലാളികളുടെയും, പഹരേദാരോ എന്ന് പറഞ്ഞാൽ കാവൽക്കാരുടെയും ഇടയിൽ എന്താണ് ഒരു കുടുംബം ഉണ്ടായിരുന്നു. ആരുടെ കുടുംബമാണ്? കേശവിൻ്റെ കുടുംബം ഉണ്ടായിരുന്നു. കേശവ് 8 साल का छोटा सा नाटा सा सावला सा लड़का था. അപ്പോൾ കേശവിൻ്റെ വിശേഷണമാണ് പറയുന്നത്. കേശവ് 8 साल का छोटा सा, ഒരു 8 വയസ്സായ ഒരു ചെറിയ, നാട്ടാസ എന്ന് പറഞ്ഞാൽ ചെറിയ അല്ലെങ്കിൽ പൊക്കം കുറഞ്ഞ, സാവലാസ ലടുക്കാഥ, സാവല എന്ന് പറഞ്ഞാൽ കറുപ്പ് നിറം, ശ്യാമ നിറം. അപ്പോൾ കേശവ് എങ്ങനെയുള്ള കുട്ടിയായിരുന്നു? 8 വയസ്സുള്ള ചെറുതും ചെറിയൊരു കുട്ടിയും പൊക്കം കുറഞ്ഞതും കറുത്ത നിറമുള്ള ഒരു ആൺകുട്ടിയായിരുന്നു. ആര്? കേശവ്. ഉസ്കെ മാതാ പിതാ ബേമേത്തര ജില്ലയ്ക്ക് കിസി ഗാവ് സേ ഹാ പഹുഞ്ചേ തേ. അപ്പോൾ അവൻ്റെ അച്ഛനും അമ്മയും ബേമേത്തര എന്ന് പറഞ്ഞ ആ ഒരു സ്ഥലത്ത് നിന്നാണ് ഈ ഒരു സ്ഥലത്ത് എത്തിപ്പെട്ടത്, ഈ ഗ്രാമത്തിലെത്തിയത്. ഫെബ്രുവരി മാഹ് അന്തുമേം, ഫെബ്രുവരി മാസത്തിൻ്റെ അവസാനം. ജബ് ഗർമി അപ്പിനെ പാവ് പസാർനെ ലഗി ഥി,
വേനൽക്കാലമൊക്കെ വന്നപ്പോഴെന്താണ് ഫെബ്രുവരി മാഹയ്ക്ക് അന്തിമേ, ഇപ്പോൾ ഫെബ്രുവരി മാസത്തിൻ്റെ അവസാനം, ജബ് ഗർമി വേനൽക്കാലം, അപ്പിനെ പാവ് പസാറിനെ ലഘീത്തി, അതായത് വേനൽക്കാലം എത്തി എന്നുള്ള ഒരു വിശേഷണമായിട്ട് പറഞ്ഞതാണ്. കാലിൻ്റെ അടിവരെ അതായത് വേനലെത്തി, ചൂടെത്തി എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം അത്രയും കടുത്ത ചൂടാണ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. തീസരി കക്ഷാക്കി അപ്പിനി വാർഷിക പരീക്ഷ दे चुकने के बाद केशव अपने दादाजी से माता पिता के पास शहर जाने की जिद कर बैठा. അപ്പോൾ ഒരു ഗ്രാമത്തിലാന്ന് പറഞ്ഞു. അപ്പോൾ 3ാം ക്ലാസ്സിലെ വാർഷിക പരീക്ഷ, കൊല്ലപരീക്ഷ കഴിഞ്ഞപ്പോൾ കേശവന് തൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും അടുത്ത് നഗരത്തിൽ, ഷഹർ പട്ടണത്തിൽ, നഗരത്തിൽ പോകാൻ വേണ്ടി ജിദ് കർ ബൈട്ട, വാശി പിടിച്ച് ഇരുന്നു. ബുഢാപ്പേ മേം ബച്ചാ കുച്ചാ ദിമാഗ്, ബുഢാപ്പേ മേം എന്ന് പറഞ്ഞാൽ വാർദ്ധക്യത്തിൽ, ബച്ചാ കുച്ച എന്ന് പറഞ്ഞാൽ മിച്ചമുള്ള, ബാക്കിയുള്ള. ദിമാഗ് ജബ് പോത്തേനെ കുഥർന ശുരു കിയാ ഥോ, അതായത് വാർദ്ധക്യത്തിൽ അവരുടെ അവശേഷിക്കുന്ന കുറച്ച് ശക്തിയും, അല്ലെങ്കിൽ ദിമാഗ് എന്ന് പറഞ്ഞാൽ ബുദ്ധിയാണ്. അപ്പോൾ ആ ബുദ്ധിയും എന്താണ്, ഇങ്ങനെ വാശി പിടിച്ച് ഇങ്ങനെ ഒരു ഭ്രാന്ത് പിടിപ്പിക്കുമല്ലോ കുട്ടികളൊക്കെ, ഇങ്ങനെ വാശി പിടിച്ചാൽ ദേഷ്യമൊക്കെ വരില്ലേ. അപ്പോൾ അങ്ങനെ ആ ഒരു അവസ്ഥയിൽ എത്തി ആര്, മാതാ പിതാൻ്റെ അടുത്ത് പോകാൻ വേണ്ടി. ദാദാജി എന്ന് പറഞ്ഞാൽ പിതാക്ക് പിതയാണ് കേട്ടോ, അച്ഛനാണ്, അച്ഛൻ്റെ അച്ഛനാണ്. അപ്പം അച്ഛൻ്റെ അടുത്ത് ഇങ്ങനെ വാശി പിടിക്കുകയാണ്. അപ്പോൾ അവർ എന്താണ്, തലയൊക്കെ ഇങ്ങനെ എന്താണ് വലിച്ചു കീറുക, അങ്ങനെ അത്രയും വാശി പിടിച്ചിട്ട് ദേഷ്യം പിടിപ്പിക്കുന്ന ആ ഒരു അവസ്ഥയാണ് ഇവിടെ പറയുന്നത്. ഹതാശ എന്ന് പറഞ്ഞാൽ നിരാശ എന്നാണ് കേട്ടോ. അപ്പോൾ അവൻ എന്താണ് ഇങ്ങനെ വാശിയൊക്കെ പിടിച്ചിട്ട് എന്താണ്, തോ ഹതാശ, നിരാശയാണ് അവന് ഉണ്ടായത്. ആർക്ക്, കേശവന് അല്ലേ. ഉസ്കെ ദാദാജി ने उसे बस में बिठाकर यहाँ उसके माता पिता के पास लो छोड़ा, പാസ് ലാ ചോട. അപ്പം എന്താണ്, അവൻ്റെ മുത്തച്ഛൻ അവനെ ഒരു ബസ്സിൽ കയറ്റിയിട്ട് അവൻ്റെ മാതാപിതാക്കളുടെ അടുത്തേക്ക് വിട്ടു അല്ലേ. പിന്നീട് എന്താണ് ഉണ്ടായത് നോക്കാം. യഹാം ആകർ കേശവ് दिन भर के लिए परिवार के अस्थायी ठहरे में अकेले पड़े रहने को मजबूर था. അവിടെ പോയപ്പോൾ എന്താ സംഭവിച്ചത്, അവർ സ്ഥിരമായിട്ടല്ലല്ലോ, ഒരു വീടൊന്നും ഇല്ലല്ലോ. അപ്പോൾ കേശവ് അവിടെ ചെന്നപ്പോൾ ഒരു ഡെയിലി എന്താണ്, അവരുടെ എന്താണ് സ്ഥിരമല്ലാത്ത ആ ഒരു ടെൻറ്റിൽ, ആ ഒരു സ്ഥലത്ത് അവന് ഠേരെ എന്ന് പറഞ്ഞാൽ ജഗഹാണ്, താമസ സ്ഥലമാണ്. അപ്പോൾ അവിടെ അവന് ഒറ്റയ്ക്ക് കഴിയേണ്ടി വന്നു. ആഖിർ കുച്ച് ദിനവും ആകുലാത്തെ പടേ രഹനേക്കെ ബാദ് കേശവ് ഉസ് ഡേരെ സെ ബാഹർ നിക്കല. അങ്ങനെ അവനിങ്ങനെ അവസാനം അങ്ങനെ അസ്വസ്ഥനായിട്ട് അതിൻ്റെ പുറത്തേക്ക് വരികയാണ്, ആ ഒരു ടെൻറ്റിൻ്റെ പുറത്തേക്ക് വന്നു. ആസ് പാസ് കി ദൂസരി കോളനിയോം കി ഉസ്നെ ചക്കർ ലഗായി. അങ്ങനെ അവൻ അടുത്തുള്ള ആ കോളനികളിലൊക്കെ ഇങ്ങനെ ചുറ്റി നടന്നു. फिर एक कॉलोनी के पास लड़कों को क्रिकेट खेलता देखकर ठहर गया. അങ്ങനെ പിന്നീട് അവൻ കുറച്ച് ആൺകുട്ടികൾ ക്രിക്കറ്റ് കളിക്കുന്നത് കണ്ടപ്പോൾ അവൻ ആ കോളനിയുടെ അടുത്ത് അങ്ങനെ നിന്നു. ടഹർന എന്ന് പറഞ്ഞാൽ അങ്ങനെ നിന്നു. വഹ് ദൂർ ഏക്ക് നീമിക്കെ പേടിക്കെ നീച്ചെ ചായാമേം ബൈഠ് ഗയ. അവൻ ദൂരത്ത് ഒരു വേപ്പ് മരത്തിൻ്റെ ചുവട്ടിൽ, തണലിൽ ഇരുന്നു. ബാക്കി ലടുക്കിയെ നിശ്ചിന്ത ഹോക്കർ ക്രിക്കറ്റ് ഗേൽത്തെ രഹേ. ബാക്കിയുള്ള ആൺകുട്ടികളൊക്കെ എന്താണ്, ഒരു ആലോചന ഇല്ലാതെ, ഒരു ചിന്തയും ഇല്ലാതെ അവർ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരുന്നു. കേശവ് അബ് റോസ് ദിൻ മേം ലടുക്കി കാ ഖേൽ ദേക്കിനെ ഉധർ ആനെ ലഗാ. നീം കെ नीचे बैठे अपना खेल देख रहे केशव को लड़कों ने कुछ दिनों अपने खेल में तो शामिल नहीं किया, मगर उसे अपने हंसी मजाक का विषय जरूर बना लिया था. പിന്നീട് എന്താ ഉണ്ടായത്, കേശവ് അബ് റോസ് ദിൻ മേ ലഡ്കോം കാ ഗേൽ ദേക്കിനെ ഉദറാനെ ലഗ. കേശവ് എല്ലാ ദിവസവും ആൺകുട്ടികളുടെ എന്താണ് കളി കാണാൻ വേണ്ടി അവിടെ വരാൻ തുടങ്ങി. നീം കെ നീച്ചെ ബൈട്ടെ അപ്പന ഖേൽ ദേക്ക് രഹേ കേശവ് കോ. അങ്ങനെ ആ വേപ്പിൻ്റെ ചുവട്ടിലിരുന്ന് കളി കണ്ടിരുന്ന കേശവിന് എന്താണ്, അവരെന്താ ചെയ്തത്, ലഡ്കോംനെ കുച്ച് ദിനോ അപ്പിനെ ഖേൽ മേ തോ ഷാമിൽ നഹി കിയ. ചില ദിവസമൊന്നും അവനെ കളിയിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല. മഗർ ഉസെ അപ്പിനി ഹസി മസാക്ക് ക വിഷയ ജറൂർ ബനാ ലിയാ താ. പക്ഷേ അവർ എന്തായിരുന്നു, അവനെ
അവരുടെ ചിരിയുടെയും തമാശകളുടെയൊക്കെ ഒരു വിഷയമാക്കി. അതായത് അവനെ അവർ കളിയാക്കിയും കൊണ്ടൊക്കെ ഇരുന്നു. खेल में आउट होकर आए और पहले से नीम के नीचे आकर बैठे लड़के बीच बीच में उसकी खोपड़ी पर तबला बजाते. വേപ്പിൻ ചുവട്ടിൽ ഇരിക്കുന്ന ആൺകുട്ടികളൊക്കെ എന്താണ്, അതായത് പെട്ടെന്ന് കളിയിൽ നിന്നൊക്കെ ഔട്ടായിട്ട് വരുന്ന ആൺകുട്ടികൾ ആ വേപ്പിൻ്റെ ചോട്ടിൽ വന്നിട്ട് ഖോപ്പടി എന്ന് പറഞ്ഞാൽ സിർ, അവൻ്റെ തലയിൽ തബല ബജാത്തെ ഹെ, തബല വായിക്കാനൊക്കെ തുടങ്ങി. തബല വായിക്കുക എന്ന് പറഞ്ഞാൽ തലയിൽ ഇങ്ങനെ കൊട്ടിയിട്ട് കളിക്കുക. കബി മസാക്ക് മേ സിർ പർ ഹാത്ത് ബി ജമാ ദേത്തെ. പിന്നീട് എന്താണ് അവർ ചെയ്തത്, അവർ കൂട്ടത്തോടെ ആ കൈകളൊക്കെ അവൻ്റെ കൈകളൊക്കെ അവൻ്റെ തലയിൽ വെക്കും. തോബി കേശവും മുസ്കുരാത്ത രഹ. അപ്പോൾ എന്താണ്, പലപ്പോഴും അവൻ അത് പുഞ്ചിരിച്ചു കൊണ്ടാണ് അതൊക്കെ നേരിട്ടത്. കുച്ച് ബഡേ ലടുക്കെ സഹാനുഭൂതി ജത്താത്തെ. ചില ആൺകുട്ടികൾക്കൊക്കെ എന്താണ്, അവനോട് സഹതാപം പ്രകടിപ്പിക്കും. ജത്താത്തെ എന്ന് പറഞ്ഞാൽ പ്രകടികരണ, സഹതാപം പ്രകടിപ്പിക്കും. ഉസ്കി ഖോപ്പടി കെ പീച്ചെ മത് പടോ യാർ ദുഃഖ ഹോഗ. ചിലർ പറയും അവൻ്റെ തലേൻ്റെ പുറകിലൊന്നും അങ്ങനെ കൈകളൊന്നും കൊണ്ടുപോയി അടിക്കരുത്. ദുഃഖത്ത എന്ന് പറഞ്ഞാൽ ദർദ് ഹോന, അവന് വേദനിക്കും. അടുത്ത പാരഗ്രാഫ്. കുച്ച് ദിനോ മേ വഹ് ലഡ്കോം കി ഖേൽ കി ജറൂരത് ബി ബൻ ഗയാ ഥാ. അങ്ങനെ ആ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് ആൺകുട്ടികൾക്ക് എന്താണ്, കേശവന് ആ ഒരു കളിയിൽ ഒരു അത്യാവശ്യക്കാരനായിട്ട് മാറി. കിസി ലടുക്കിയൊക്കെ സമയപ്പർ ന പഹുഞ്ചെ പർ വേ കേശവക്കോ ഉസ്കെ ഗർ ബുൽവാനെ ഭേജനെ ലഗെ. അങ്ങനെ പെട്ടെന്ന് കളിക്കാൻ ഒരു ആൺകുട്ടി അല്ലെങ്കിൽ ഒരു ആൺകുട്ടികളൊന്നും സമയത്തിന് എത്തിയില്ലെങ്കിൽ എന്ത് ചെയ്യും, ഇവർ കേശവനെ വീട്ടിലോട്ട് പറഞ്ഞയക്കും വിളിക്കാൻ വേണ്ടിയിട്ട്. കേശവ് ഉച്ചക്ക് കർ अपने नन्हे हाथों से उस लड़के के घर की ऊंची कॉलबेल बजाता. അതായത് ചിലപ്പോൾ ഒന്നും കളിയിൽ സമയത്തിന് ആൺകുട്ടികൾ എത്താൻ തുടങ്ങിയില്ലെങ്കിൽ ഇവർ കേശവനെ പറഞ്ഞയക്കും. അതായത് ആ കുട്ടികളെ വീട്ടിൽ നിന്നും കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഈ കേശവനെ അവരെന്ത് ചെയ്യും, പറഞ്ഞയക്കും. അപ്പോൾ അവൻ എന്ത് ചെയ്യും, അവൻ്റെ ആ കൊച്ചു കൈകൾ കൊണ്ട്, ചെറിയ കൈകൾ കൊണ്ട് ആ കുട്ടിയുടെ വീടിൻ്റെ ഉച്ചത്തിലുള്ള ആ ഒരു ഡോർ ബെല്ലിൽ, കോളിംഗ് ബെല്ലൊക്കെ അടിക്കും. അതാണ് പറയുന്നത് नन्हे हाथों से उस लड़के के घर की ऊंची कोलबेल बजाता. लड़का खुद प्रकट हुआ तो ठीक, यदि उसके घर वालों निकल आते तो केशव को देखकर अपने लड़के को खेलने न भेजने का उनका इरादा और पक्का हो जाता. അപ്പോൾ അവരെന്താണ്, അവർ ആ കേശവനെ കാണുമ്പോൾ അവർ കേശവനെ കണ്ട് പുറത്ത് വന്നാൽ പറയും കുട്ടീനെ ഇപ്പോൾ കളിക്കാൻ വിടില്ല. അതവരുടെ തീരുമാനമായിട്ടും അവരുടെ ഒരു ഉറച്ച തീരുമാനമായിട്ട് അവർ പറയും. ഗുല്ലു ആജ് ഗേൽനെ നഹി ജായേഗ. ഗുല്ലു ഒന്ന് കളിക്കാൻ വരുന്നില്ല. പഠായി കരേഗ, അവൻ പഠിക്കുകയാണ്. തും ഭാഗോ യഹാസെ, നീ ഇവിടെ നിന്ന് പോകൂ എന്ന് പറയാണ്. ആൻറ്റി ഉസ്കെ ദോസ്ത് ബുലാ രഹേ ഹേ. കേശവ് മാസൂമിയത്ത് സെ കഹത്ത. അപ്പോൾ പറയാണ് ആൻറ്റി, എന്താണ്, അവൻ്റെ ഫ്രണ്ട്സ് വിളിക്കുന്നുണ്ട്. കേശവ് മാസൂമിയത്ത് സെ കഹ എന്ന് പറഞ്ഞാൽ, കഹത്ത എന്ന് പറഞ്ഞാൽ നിഷ്കളങ്കനായിട്ട് പറയും. അപ്പോൾ പലപ്പോഴും അവർക്ക് കേശവന് എന്താണ്, കളിയിൽ ആവശ്യമായിട്ട് വരുന്നുണ്ട്. കളിക്കാൻ വേണ്ടിയിട്ടല്ല, അവർക്ക് എന്താണ്, ആരെങ്കിലും കളിക്കാൻ സമയത്തിന് എത്തിയില്ലെങ്കിൽ അവരെ വീട്ടിൽ നിന്ന് അവരുടെ വീട്ടിലോട്ട് പോയിട്ട് കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി അവർ കേശവനെ എന്താണ് പറഞ്ഞയക്കുന്നത്. തുംകോ ഭാഗനെ बोला है फिर भी गड़े हो लगाऊं क्या दो ചാപ്പട്ട്. അപ്പോൾ പറയാണ്, നിന്നോട് ഇവിടെ നിന്ന് ഓടാൻ പറഞ്ഞിട്ട് നീ ഇപ്പോഴും ഇവിടെ തന്നെ നിൽക്കുകയാണോ, ഞാൻ നിന്നെ ഇനി അടിക്കണോ എന്ന് ചോദിക്കുകയാണ്. തബ് ഖിലാഡി കി കമി കി പൂർത്തി കേശവ് സേ കി ജാതി. പിന്നെ ഒരു കളിക്കാരൻ്റെ ആ ഒരു അഭാവം കേശവ് എന്ത് ചെയ്യും, നികത്തും. മഗർ ദൂർ ഇമാരത്തോ സേ, വളരെ ദൂരത്ത് കെട്ടിടങ്ങളിലൊക്കെ പോകുന്ന, ഛാഡിയോസെ കുറ്റിക്കാട്ടിൽ, ഛാടി എന്ന് പറഞ്ഞാൽ കുറ്റിക്കാട്ട്, ഗന്ദി നാലീസെ ബോൾ ലാനേക്ക ജിമ്മ കേശവ് കാഹി ഹോത്ത. ഗന്ദി നാലി എന്ന് പറഞ്ഞാൽ അഴുക്ക് ചാലിൽ പോകുന്ന ഈ പന്ത്, ബോളൊക്കെ എടുത്തു കൊണ്ടുവരാനുള്ള ജിമ്മ, ചുമതല കേശവനായിരുന്നു.
അതായത് വൃത്തിഹീനമായ അഴുക്കുചാലുകളിൽ നിന്നൊക്കെ ഈ പന്ത് കൊണ്ടുവരേണ്ടത് കേശവിന്റെ ഉത്തരവാദിത്തമായിരുന്നു. ചാഹെ വഹ് ദോനോ ടീമോ മേ കിസി കാ ഭി ഹിസ്സ ഹോ, അവനിനി ഏത് ടീമിലെ അംഗമാണെങ്കിലും പലപ്പോഴും അവനാണ് അവൻ്റെ പന്തൊക്കെ, അവരുടെയൊക്കെ പന്ത് വഴിയിൽ നിന്നൊക്കെ അവരുടെ കയ്യിൽ നിന്നൊക്കെ മിസ്സായിട്ടുണ്ടെങ്കിൽ ഇവനാണ് അത് പോയിട്ട് ആ ഒരു ബോൾ എടുക്കേണ്ടത്. അപ്പോൾ അവർ ഏതെങ്കിലും ഒരു ടീമിൻ്റെ ഭാഗമാകും. കൈ ബാർ ഉൻകി ബോൾ കിസി ഗുങ്കാർ ദമ്പതിക്ക് അഹാത്തേമേ, അങ്ങനെ പല പ്രാവശ്യവും അവരുടെ കയ്യിൽ നിന്ന് ബോളൊക്കെ ഇങ്ങനെ മിസ്സാവുമായിരുന്നു. അങ്ങനെ ഒരു പ്രാവശ്യം അവരുടെ കയ്യിൽ നിന്ന്, ആൺകുട്ടികൾ കളിക്കുന്ന സ്ഥലത്ത് നിന്ന് അവരുടെ ബോൾ എവിടെ പോയത്? ഗുങ്കാർ ദമ്പതി, ഭയാനക് ദമ്പതി, ഭയങ്കരമായ ഒരു ദമ്പതികളുടെ അടുത്ത്, അഹാത്തേമേം, അവരുടെ വീടിൻ്റെ നടുമുറ്റത്ത്, അഹാത്തെ എന്ന് പറഞ്ഞാൽ നടുമുറ്റത്ത്, ചലി ജാത്തി, ബോൾ പോയി. ജിനയിലെടുക്കും കാ ഇതർ ഖേൽനാഹി പസന്ത് നഹീത്ത, അവർക്ക് ആൺകുട്ടികൾ അവിടെ കളിക്കുന്നത് ഇഷ്ടമുണ്ടായിരുന്നില്ല. बढ़ेलड़कों को वहाँ बॉल मांगने जाने पर अपमानित होने और बॉल से हाथ धो बैठने का डर रहता था. അപ്പോൾ അവർക്ക് മുതിർന്ന ആൺകുട്ടികളൊക്കെ അല്ലേ അവിടെ കളിക്കുന്നത്. അപ്പോൾ ആ ആൺകുട്ടികൾ അവിടെ പോയാൽ അപമാനിക്കപ്പെടുമെന്നും പന്ത് ചോദിക്കാൻ പോയാൽ പന്ത് നഷ്ടപ്പെടുമെന്നൊക്കെ ആൺകുട്ടികൾ ഭയപ്പെട്ടിരുന്നു. इसलिए वे कुछ देर रुककर चुपके से केशव को അഹാത്തേക്ക് അന്തർ ഉദാർത്തെ, അങ്ങനെ അവർ കുറച്ചു നേരം അവിടെ കാത്തിരുന്നിട്ട് രഹസ്യമായിട്ട് കേശവിനെ അവരുടെ കോമ്പൗണ്ടിലോട്ട് കൊണ്ടുപോകും അല്ലേ. എന്നിട്ട് എന്താ സംഭവിക്കുന്നത് നോക്കാം. കേശവ് ബന്ദർ കി തരഹ് ബോൾ കോ ഢൂണ്ട് കർ ബാഹർ ഉച്ചാൽ ദേത്ത, അവൻ എന്ത് ചെയ്യും, ഒരു കുരങ്ങനെ പോലെ പന്തൊക്കെ കണ്ടെത്തി പുറത്തേക്ക് എറിഞ്ഞു കൊടുക്കും. ഉച്ചാൽന എന്ന് പറഞ്ഞാൽ എറിയുക. ഓർ ലടുക്കി കേശവ് കോ വാപ്പസ് അഹാത്തേക്ക് ബാഹർ ഖീഞ്ച് ലേത്തെ, അങ്ങനെ അവൻ ആ കോമ്പൗണ്ടിൽ നിന്നും ആ ആൺകുട്ടികളൊക്കെ കേശവിനെ എന്ത് ചെയ്യും, പുറത്തോട്ട് ഇങ്ങനെ വലിക്കും. ഖീഞ്ചിന എന്ന് പറഞ്ഞാൽ വലിക്കുക. ഖേൽ കെ ജ്യാദാതർ സമയ കേശവ് കിനാരെ ബൈട്ട ബാക്കി ലടുക്കോം കോ ഖേൽത്താ ദേഖ്താ രഹ, അങ്ങനെ ആ കളിയുടെ ഭൂരിഭാഗം സമയവും കേശവ് എന്ത് ചെയ്യും, മറ്റുള്ള ആൺകുട്ടികളുടെ കളി നോക്കിയും കൊണ്ട് ഒരു വശത്തിരിക്കും. അതാണ് കൂടുതൽ സമയം അവൻ ചെയ്യാറുള്ളത്. ഒരുപാട് സമയം അവിടെ ഇരിക്കും. അതുപോലെ തന്നെ അവരുടെ കളിയൊക്കെ ഇങ്ങനെ ബാക്കി കുറച്ച് സമയം അവരുടെ കളികളും കണ്ടിട്ട് ഇരിക്കും. നെക്സ്റ്റ് പാര. कोई भी टीम उसने अपनी तरफ खिलाने को तैयार नहीं होती थी, അതിനെന്താ ഒരു ടീമും അവനെ കളിപ്പിക്കാനൊന്നും തയ്യാറായിരുന്നില്ല. കൈ ബാർ കേശവനെ അപ്പനെ മാതാപിതാസെ ഉസ്കെ ലിയെ ഭി ബല്ല ഓർ ബോൾ ഖരീദ് ദേനേക്ക ആഗ്രഹ കിയാഥ, അങ്ങനെ പല പ്രാവശ്യവും അവൻ്റെ മാതാപിതാക്കളോട്, അച്ഛനോടും അമ്മയോടും ഒക്കെ തനിക്കായിട്ടൊരു ബാറ്റും പന്തും വാങ്ങിത്തരാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടിരുന്നു. നിങ്ങൾ ക്രിക്കറ്റ് കമൻറ്റേറ്ററി കേട്ടിട്ടുണ്ടാവും, ബല്ലേബാജ് ഗേന്ദ്ബാജ് എന്നൊക്കെ അല്ലേ. അപ്പോൾ ബല്ല എന്ന് പറഞ്ഞാൽ ബാറ്റാണ്, ബാറ്റ്സ്മാൻ, ബല്ലേബാജ് ബാറ്റ്സ്മാനും ഗേന്ദ് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവില്ലേ. അപ്പോൾ ഗേന്ദ് ബോളാണ് അല്ലേ. അപ്പോൾ ബോളറും ബാറ്റ്സ്മാനൊക്കെയാണ്. അപ്പോൾ ഇവിടെ ബല്ല എന്ന് പറഞ്ഞാൽ ബാറ്റാണ് കേട്ടോ മീനിങ്. അപ്പോൾ അവരെന്താണ് പറയുന്നത്, അവനിങ്ങനെ ഇങ്ങനെ അവരോട് ചോദിച്ചിരുന്നു അല്ലേ, ആരോട്? അച്ഛനോടും അമ്മയോടും. മഗർ മാതാപിതാനെ ഉസെ ജപ്പട്ട് ദിയാഥ, ജപ്പട്ട് എന്ന് പറഞ്ഞാൽ വഴക്കുറയുക, അവനെ അച്ഛനും അമ്മയും ശാസിച്ചിരുന്നു. എന്നിട്ട് അവരെന്താ പറയുക, ജബ് തൂ അച്ഛേ നമ്പർ സെ 5വീം പാസ് കർ ലേഗ തോ ഏക് ബോൾ ഖരീദ് ഹി ദേങ്ക, നീ 5ാം ക്ലാസ് നല്ല മാർക്കോടെ പാസ്സാവുകയാണെങ്കിൽ ഞാൻ നിനക്കൊരു പന്ത് വാങ്ങിത്തരാമെന്ന് പറയാണ്. ഓർ ബല്ല, അപ്പോൾ ബാറ്റോ എന്ന് ചോദിക്കുകയാണ് കേശവ്. ഉസ്കെ ബാരേമേ ഭി തബ് സോച്ചെങ്കെ, അത് പിന്നീട് ആലോചിക്കാമെന്ന് പറയാണ്. ബേച്ചാര കേശവ് ദിൻ കോ റുവാസ പട, അങ്ങനെ പാവം കേശവ് ദിവസം മുഴുവനും ഇങ്ങനെ കരയുമായിരുന്നു. റുവാസ പടാ രഹത്ത എന്ന് പറഞ്ഞാൽ കരഞ്ഞുകൊണ്ടിരിക്കും. മഗർ രാത് കോ സപ്നെ മേ വഹ് അപ്നെ കോ അക്സർ ക്രിക്കറ്റ് ഖേൽത്താ ദേഖ്താ രഹ, പക്ഷേ അവൻ രാത്രിയൊക്കെ അവൻ പലപ്പോഴും രാത്രിയിൽ അവൻ്റെ സ്വപ്നങ്ങളിൽ അവൻ ക്രിക്കറ്റ് കളിക്കുന്നത് അവൻ കാണുമായിരുന്നു. ഉസ്കെ ഹാത്തോമേ നയാബല്ല, അവൻ്റെ കൈകളിൽ പുതിയ ബാറ്റ്. സിർ പർ ജക് വൈറ്റ് ക്യാപ്പ്, അവൻ്റെ തലയിൽ ചംക്ത, അതായത് ജക് എന്ന് പറഞ്ഞാൽ ചംക്ത, തിളങ്ങുന്ന വൈറ്റ് ക്യാപ്പ്, വെള്ള തൊപ്പി കാണുമായിരുന്നു. ടാങ്കോ പർ ഷാന്താർ മോട്ടെ പാഡ് കസെ ഹോത്തെ,
അതായത് കാലിലൊക്കെ കട്ടിയുള്ള പാഡുകൾ കെട്ടിയിരിക്കും. ശാന്താർ എന്ന് പറഞ്ഞാൽ സുന്ദരമായ. അതുപോലെ തന്നെ മോട്ടെ മേട്ടയ്ക്ക് തരഹ് ദിക്കത്തെ അപ്പനെ ഉസ് രൂപിക്ക് കൽപ്പന പർ വഹ് മൻ ഹി മൻ മുസ്കുരാത്ത. അതുപോലെ എന്താണ്, ഒരു തടിച്ച തവളയെ പോലെ തോന്നിക്കുന്നതായിട്ട് അവൻ എന്താ സ്വയം അവൻ അങ്ങനെ വിചാരിച്ചിട്ട് എന്താണ് പുഞ്ചിരിക്കും. दूसरे लड़के चकित हो उसे घेलता देखते रहते और वह दनादन पर रन बना रहा होता. ये छक्का, ये चौका, नहीं नहीं, नॉट आउट होम. वह बड़बड़ाते हुए कभी कभी उठ बैठते तो उसे माता पिता की डांट भी खानी पड़ती. അങ്ങനെ എന്താണ് അവൻ കാണുന്നത്, കേൾത്ത അതായത് മറ്റുള്ള ആൺകുട്ടികളൊക്കെ കളിക്കുന്നത് പോലെ, അതായത് മറ്റുള്ള ആൺകുട്ടികൾ അവൻ കളിക്കുന്നത് അത്ഭുതത്തോടെ നോക്കി നിൽക്കും. അതായത് ഒന്നിനു പുറകെ ഒന്നായിട്ട്, അതായത് ധനാദൻ നിരന്തർ, ധനാദൻ എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട്, റൺബർ റൺ ബന, അങ്ങനെ റൺ എടുത്തുകൊണ്ടിരിക്കും. ഈ ചക്ക കേട്ടിട്ടില്ല, ചക്ക എന്ന് പറഞ്ഞാൽ സിക്സ് അടിക്കുക, ചൗക്ക എന്ന് പറഞ്ഞാൽ 4 റൺസ്, പിന്നെ 6 അല്ല 4 അല്ല, നഹി നോട്ട് ഔട്ട്, എന്താണ് നോട്ട് ഔട്ട് എന്ന് പറഞ്ഞാൽ പുറത്തല്ല. അവൻ ചിലപ്പോഴൊക്കെ എന്താണ് ഇങ്ങനെ പിറുപിറുക്കും. ബഡ്ബടാത്ത എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പുലമ്പുക. കബി കബി ഉഡ് ബൈട്ടാത്തോ മാതാപിതാക്കി ഡാണ്ട് ബി ഖാനിപ്പെടുത്തി, അതായത് അവൻ പലപ്പോഴും ഇങ്ങനെ പിറുപിറുത്തിട്ട് എഴുന്നേറ്റ് പോകും, മാതാപിതാക്കളുടെ ശാസനയൊക്കെ പോലെ. അതായത് അവനിങ്ങനെ ഓരോന്നും പറഞ്ഞിട്ട് ഇങ്ങനെ അവിടെ നിന്നും എണീറ്റ് പോകും. അടുത്ത പാരഗ്രാഫ്, ഇതർ കോളനി കെ ലഡ്കോനെ ഹോളി കെ നാം സെ മൊഹല്ലേമേം ചന്ത കിയ. അങ്ങനെ അവർ കോളനിയിലെ ആൺകുട്ടികൾ ഹോളിയുടെ പേരിലൊക്കെ ഇങ്ങനെ ചന്ത എന്ന് പറഞ്ഞാൽ പിരിവ് നടത്തി, സംഭാവനകളൊക്കെ ശേഖരിച്ചു. കുച്ച് അപ്നാഭി ചോട, അവരുടേതായ സംഭാവനകളും ചേർത്തു. और शहर जाकर जमा चंदे से नई ക്രിക്കറ്റ് സാമഗ്രിക്ക് സാത്ത് ഏക് ഷീൽഡ് ബി ഖരീദ് ലി. അങ്ങനെ അവർ നഗരത്തിൽ ടൗണിൽ പോയിട്ട് ശേഖരിച്ച സംഭാവനകളിൽ നിന്നൊക്കെ ഒരു ഷീൽഡും പുതിയ ക്രിക്കറ്റിൻ്റെ ഉപകരണങ്ങളൊക്കെ വാങ്ങി. 4 दिनों तक चलने वाले उनके इस टेस्ट मैच में जीतने वाली एक टीम का उस ഷീൽഡ് पर കബ്ജ ഹോനെ തൈ ഥ. അങ്ങനെ അവർ 4 ദിവസം നീണ്ടു നിൽക്കുന്ന അവരുടെ ടെസ്റ്റ് മത്സരത്തിൽ വിജയിക്കുന്ന ടീമിന് അവർ ഷീൽഡ് ലഭിക്കുമെന്ന് അവർക്ക് എന്താണ് ഉറപ്പായിരുന്നു. ലഡിക്കെ 2 ടീമോമേ ബണ്ട്, അങ്ങനെ ആൺകുട്ടികളൊക്കെ 2 ടീമായിട്ട്, ടീമേമേ ബണ്ടിന് എന്നാൽ ടീം ബന്ന, 2 ടീമുകളായി തിരിഞ്ഞു. ഓർ കുച്ച് ദിനവും അഭ്യാസ് ബി കർത്തേ രഹേ. അങ്ങനെ അവർ എന്താണ് കുറച്ച് ദിവസങ്ങളൊക്കെ അവർ പ്രാക്ടീസ് ചെയ്തു, അവർ പരിശീലനങ്ങളൊക്കെ നടത്തി. फिर अपनी अपनी टीम को जिताने के लिए मैदान में उतर गए. केशव को किसी भी टीम में जगह नहीं मिली थी. പിന്നീട് എന്താ ഉണ്ടായത്, അവരൊക്കെ പിന്നെ അവരുടെ ടീമുകളെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ എന്താണ് മൊത്തത്തിലൊക്കെ എന്താണ് അവർ പ്രാക്ടീസ് ചെയ്തു, അവർ ഓരോരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തു. പക്ഷെ കേശവന് എന്താണ് ഒരു ടീമിലും ഇടം ലഭിച്ചില്ല. കുച്ച് സമയത്ത് ഖേൽ അച്ഛാ ചൽത്താ ഥ, കുറച്ച് സമയമൊക്കെ കളിയൊക്കെ വളരെ നന്നായി പോയി. ഫിർ ഏക് ബല്ലേബാജിനെ ऐसा छक्का मारा कि सब ഹക്ക ബക്ക രഹ് ഗയേ. അങ്ങനെ ഒരു ബാറ്റ്സ്മാൻ എന്ത് ചെയ്തു, ഒരു എന്താണ് 6 അടിച്ചു, ഒരു 6 റൺ അടിച്ചപ്പോൾ എന്താണ് ഹക്ക ബക്ക എന്ന് പറഞ്ഞാൽ വിസ്മയിച്ചു, അവർ 1 അടിച്ചു, ഒരു എന്താണ് പെട്ടെന്ന് ഇങ്ങനെ ഷോക്കായി. എന്താണ് ബോൾ പാസ് കി നിർമ്മാണാധീൻ ഏക് 3 മൻസില ഇമാരത്ത് കി ഛത്ത് പർ ചലി ഗയി. പെട്ടെന്ന് തന്നെ എന്താ സംഭവിച്ചത്, ഒരു ബാറ്റ്സ്മാൻ 6 അടിച്ചപ്പോൾ എല്ലാവരും എന്താണ് സ്തബ്ധരായി. പന്ത് എന്താണ് സമീപത്ത് ഒരു നിർമ്മാണത്തിലിരിക്കുന്ന 3 നില കെട്ടിടത്തിൻ്റെ മേൽക്കൂരയിലേക്ക് പോയി. 3 മൻസിൽ എന്ന് പറഞ്ഞാൽ 3 നില കെട്ടിടം, 3 നില, ഇമാരത്ത് എന്ന് പറഞ്ഞാൽ കെട്ടിടം, ഛത്ത് എന്ന് പറഞ്ഞാൽ മേൽക്കൂര. ലഡ്കോം കെ പാസ് നയി വഹ് ഇക്ലൗത്തി ബോൾ തി. അങ്ങനെ ആ ആൺകുട്ടികളുടെ അടുത്ത് ആ ഒരു ബോൾ, ഇക്ലൗത്തി എന്ന് പറഞ്ഞാൽ സിംഗിൾ, ഏക ഒരു പന്ത് മാത്രമേ അവരുടെ കൈവശം, ആ ഒരു പുതിയ പന്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. लड़कों के पास नहीं इकलौती बॉल थी और इमारत के पीछे की हिलती चाली से चढ़कर छत तक जाना उसके लिए मुश्किल काम था. അപ്പം എന്തായിരുന്നു, ആ ഒരു ബോൾ മാത്രമേ കയ്യിലുണ്ടായിരുന്നുള്ളൂ. മാത്രമല്ല കെട്ടിടത്തിന് പിന്നിൽ ചലിക്കുന്ന ഗോവണി, അതായത് സ്റ്റെപ്പൊക്കെ കയറി മേൽക്കൂരയിൽ എത്തുക എന്നുള്ളത് അവർക്ക് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരുന്നു. ഉൻകേലിയ മുഷ്കിൽ കാം ഥ ഉൻകാ ഖേൽ റുക്ക് ഗയ. അങ്ങനെ അവരുടെ ആ കളി അവിടെ എന്താണ് പെട്ടെന്ന് സ്റ്റോപ്പായി, അവരുടെ കളി അവിടെ നിലച്ചു.
वो एक दूसरे को കൂസ്തേ ഗാലി ദേത്തെ നീം കെ നീച്ചെ ആക്കർ ഖഡേ ഹോ ഗയ്. അങ്ങനെ അവർ പരസ്പരം ശപിച്ചും അധിക്ഷേപിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പിറുപിറുത്തിട്ടും വേപ്പുമരത്തിന്റെ ചുവട്ടിൽ പോയിട്ടിരുന്നു. 10 बार कहा कि यहाँ से कहीं और जाकर इस मैच को खेलते हैं मगर तुम लोग മാനേ നഹി അബ്ലോ. അപ്പോൾ പറയാണ് ഈ മത്സരം മറ്റെവിടെയെങ്കിലും പോയി കളിക്കാമെന്ന് ഞാനൊരു 10 തവണ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ നിങ്ങളൊന്നും അത് കേട്ടില്ല എന്ന് ഒരു കുട്ടി പറയാണ്. അപ്പോൾ സബ് ഇസ് മനോജ് കി ഗൽത്തി ഹെ. അപ്പം എല്ലാം ഈ ഒരു മനോജിൻ്റെ തെറ്റാണ്. ജിസ്നെ ഇതനി ജോർ സെ ബിൽഡിംഗ് കി തരഫ് മാറാഥ. അവനാണ് ഈ കെട്ടിടത്തിലേക്ക് ഇത്രയും ശക്തമായിട്ട് എന്താണ് ബോൾ അടിച്ചത്, 6 അടിച്ച് ബോൾ ഇങ്ങനെ അടിച്ച് അവിടെ ഇട്ടത്, 6 അടിച്ചത് എന്ന് പറയാണ്. അപ്പോൾ വഹി ജാക്കർ ബോൾ ലായേ യാ ഫിർ അപ്പനെ പൈസേസെ നയാ ഖരീദേ. അപ്പോൾ പറയാണ് ഇനി ഒന്നില്ലെങ്കിൽ അവിടെ പോയിട്ട് എടുക്കണം, അല്ലെങ്കിൽ നമ്മൾ എന്താണ് സ്വന്തം പണം ഉപയോഗിച്ചിട്ട് പൈസ ഉപയോഗിച്ചിട്ട് പുതിയ പന്ത് വാങ്ങണം. ആജ്കാ ദിൻ തോ ഖറാബ് ഹോഹി ഗയാ സമിച്ചു. അപ്പോൾ എല്ലാവരും പറയാണ് ഇന്നത്തെ ദിവസം എന്താണ് നശിച്ചൊരു പൊട്ട ദിവസമായിരുന്നു, ഒരു നന്നല്ലാത്തൊരു ദിവസമാണ് എന്ന് നമുക്ക് കരുതാം എന്നൊക്കെ ഇങ്ങനെ അവർ പറയാണ്, പരസ്പരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പറയാണ് മുझे क्या पता था कि ബോൾ इतने ज़्यादा उछल जाएगी. എനിക്കറിയില്ലായിരുന്നു ബോൾ ഇത്രയും ഉയരത്തിൽ പോകുമെന്ന്. തും ലോഗോനെ യദി യഹി സാമനെ റോക്ക് ലി ഹോത്തി തോ വഹ് പീछे जाती ही क्यों कमजोरी तुम्हारी है. പറയാൻ ഞാനിങ്ങനെ അടിച്ചപ്പോൾ നിങ്ങൾ എന്താണ് ആ പന്ത് തടയാനത്, അത് നിങ്ങൾ തടഞ്ഞു നിർത്തിയില്ലെങ്കിൽ അത് പോവില്ലല്ലോ, അപ്പം അത് നിങ്ങളുടെ ബലഹീനതയാണ്. കംസോരി എന്ന് പറഞ്ഞാൽ ബലഹീനതയാണെന്ന് പറയാണ്. അബ് ആധാ ദിൻ ബച്ചാ ഹെ ഓർ പാസ് മേ കൊയ് ദുക്കാൻ ബി നഹി ഹെ. അപ്പോൾ പറയണം ഇനി അര ദിവസമേ ഉള്ളൂ, പകുതി ദിവസമേ ഉള്ളൂ, അത് ഇനി നമ്മുടെ അടുത്തൊന്നും കടയൊന്നും ഇല്ല എന്ന് പറയാണ്. സബീലടുക്കി ബുൻബുനാത്തെ ഹുയേ നീമിക്ക് ചായാമേഹി നിരാശ് ബൈറ്റ് ഗയി. അപ്പം എല്ലാ ആൺകുട്ടികളും വേപ്പുമരത്തിൻ്റെ തണലിൽ എന്താണ് നിരാശരായിട്ട് ഇങ്ങനെ പിറുപിറുത്തിട്ടൊക്കെ, ബുൻബുനാത്ത് എന്ന് പറഞ്ഞാൽ പിറുപിറുത്തിട്ട് അവിടെ പോയിരുന്നു. അച്ചാനക് നിരാശ് ലഡ്കോം കെ ബീച്ച് ഉൻകി ബോൾ ആക്കർ ഖിരി. പെട്ടെന്ന് എന്താണ് അവരുടെ പന്ത് എന്താണ് നിരാശരായ ആൺകുട്ടികളുടെ ഇടയിൽ വീണു. ചക്രായെ ചകിത് ലഡ്കോ ने देखा कि उस इमारत की छत पर केशव मुस्कुराता हुआ गड़ा था और वहाँ से हाथ हिला रहा था. അങ്ങനെ എന്താണ് ആ കെട്ടിടത്തിലെ കേശവ്, ആ കെട്ടിടത്തിൻ്റെ മേൽക്കൂരയിലെ കേശവ് പുഞ്ചിരിച്ചുകൊണ്ട് കൈവീശി നിൽക്കുന്നതാണ് ആൺകുട്ടികൾ കണ്ടത്. ഇതെന്താണ് അവരെ അത്ഭുതപ്പെടുത്തി. പേജ് നമ്പർ 40 ലഡ്കി ഉച്ചൽ പടേ. അപ്പം എന്താണ് ആൺകുട്ടികൾ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. എക് ബഡേ ലഡ്കിയെ ഖുഷ് ഹോക്കർ കഹ. ഒരു വലിയ ആൺകുട്ടി പറഞ്ഞു വാ ടാർസൻ ഹേ യേ തോ. അവനെ എന്താണ് ടാർസനാണ്. ചലോ യാർ കാം ബൻ ഗയ. അപ്പം പറയാണ് വരൂ സുഹൃത്തെ ജോലി കഴിഞ്ഞു എന്ന് പറയാണ് ആര് കേശവനോട്. ലഡ്കി കേശവയ്ക്ക് നീച്ചെ ആനേക്ക ഇന്തിസാർ കിയേ ബിന ഫിർ അപ്പിനെ ഖേൽ മേ രംഗയെ. അപ്പോൾ ഈ കേശവ് ഇറങ്ങാനൊന്നും കാത്തു നിൽക്കാതെ ഈ ആൺകുട്ടികൾ എന്താണ് വീണ്ടും അവരുടെ കളിയിൽ എന്താണ് മുഴുകി. ജബ് ഉൻകി ബോൾ ചാടി കെ അന്തർ ചലി ഗയി. പിന്നെ അവരുടെ ബോൾ എന്താണ് ആ കുറ്റിക്കാട്ടിലേക്ക് പോയി, ചാടി കുറ്റിക്കാട്ടിലോട്ട് പോയി. ഓർ ഖേൽ ജറാ ദേർ റുക്ക് ഗയ. അങ്ങനെ കുറച്ചു നേരം കളി അവിടെ നിന്നു. ജബ് ഉനെ കേശവ് കി ഫിർ ജറൂരത്ത് മെഹസൂസ് ഹുയി. അപ്പം അങ്ങനെ പിന്നീട് അവർക്ക് വീണ്ടും എന്താണ് കേശവൻ്റെ ആവശ്യമുണ്ടെന്ന് അവർക്ക് മനസ്സിലായി. മഗർ കേശവ് ദാ കഹാ. പക്ഷേ കേശവ് എവിടെയായിരുന്നു. അബ് ദേക്കോ സാലോ വോ ലഡ്ക ചത് സെ ഉത്തരാക്കി നഹി. അപ്പോൾ പറയാണ് കൂട്ടുകാരെ നിങ്ങളെല്ലാവരും ഒന്ന് പോയി നോക്കാം, അവൻ ആ മേൽക്കൂരയിൽ നിന്ന് ഇറങ്ങി വന്നോ ഇല്ലയോ എന്ന് പറയാണ്. ദോ ലഡ്കി ദൗഡ്കർ ഇമാരത്ത് കെ പീछे ബന്ദി ചാലേക്കി ഓർ ഗയേ ഓർ ജോ ദേക്കാ തോ ചില്ലാ പടേ. അങ്ങനെ 2 ആൺകുട്ടികൾ ആ കെട്ടിടത്തിൻ്റെ പുറകിലോട്ട് പോയി. തോ ചില്ലാര, അവരവിടെ നിലവിളിച്ചു. അബ് ഏതോ മർഗയ ലഗ്ത. അപ്പം എന്താണ് ഇവ മരിച്ചതായിട്ടാണ് തോന്നുന്നത്. ബാക്കി ലടുക്കിയ ബി ഗബ്രാക്കർ ഉസ് തരഫ് ദോടെ. അങ്ങനെ ബാക്കി ആൺകുട്ടികളും പരിഭ്രാന്തരായിട്ട് ആ ദിശയിലോട്ട് അങ്ങോട്ട് തന്നെ ഓടിച്ചു. ഏക് ലടുക്ക ജോ അപ്പിനെ സാത്ത് വാട്ടർ ബാഗ് ലേക്കർ ആതാ ഥാ. ഒരു ആൺകുട്ടി എന്താണ് അവൻ്റെ വാട്ടർ ബോട്ടിലായിട്ട് വന്നു. ഉസെ ജമീൻ पर मुड़े तुड़े बेसुध से बड़े केशव के सिर पर पानी की ചീൻറ്റെ മാരെ. അങ്ങനെ അവർ ആ ബോധരഹിതനായി നിലത്ത് കിടക്കുന്ന കേശവൻ എന്ത് ചെയ്തു, തലയിൽ കുറച്ച് മുഖത്തോട്ട് വെള്ളം കുറച്ച് തളിച്ചു. കേശവൻ്റെ
കേശവനെ നോക്കിയിട്ട് അവർ കുറച്ച് വെള്ളമൊക്കെ തളിച്ചു. കേശവയ്ക്ക് ശരീരമേ ഹൽക്കീസി ഹർക്കത്ത് പോയി. അങ്ങനെ കേശവൻ്റെ ശരീരം എന്താണ് കുറച്ചിങ്ങനെ നേരിയ ചലനം അനുഭവപ്പെട്ട് ഇളകി. വഹ് കുൻമുനാനെ ലഗ മേരി ടാങ്ക് മേരാ ഹാത്ത്. അപ്പം അങ്ങനെ അവന് ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ പിറുപിറുക്കാൻ തുടങ്ങി. ഞാൻ പറയാം എൻ്റെ കാല്, എൻ്റെ കൈ എന്നൊക്കെ പറയാൻ തുടങ്ങി. घबराए एक लड़के ने कहा, चौक तक दौड़कर 2 लोग जाओ और कोई भी ഓട്ടോ ടാക്സി മിലെ ഫൗരൻ ലേക്കർ ആവോ. അപ്പം അങ്ങനെ പേടിച്ചൊരു പരിഭ്രാന്തരായ കുട്ടികൾ 2 പേര് എന്താണ് ഫ്രണ്ടിലോട്ട് പോയി ആ റോട്ടിലോട്ട് പോയിട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു ഓട്ടോയോ ടാക്സിയോ പിടിച്ചിട്ട് വരുമെന്ന് പറയാണ്. हॉस्पिटल ले जाना होगा, हम इसे उठाकर बिल्डिंग के सामने वाले हिस्से में ലേ ചൊൽത്തേ ഹേ. അങ്ങനെ പറയാണ് അവനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകണം, നമുക്ക് അവനെ ആദ്യം അവനെ എടുത്തിട്ട് നമുക്ക് കെട്ടിടത്തിൻ്റെ മുൻവശത്തോട്ട് കൊണ്ടുപോകണമെന്ന് പറയാണ്. ലഡ്കോനെ ജതൻ സെ കേശവ് കോ ഉഠായ ഓർ ഇമാരത്ത് കെ സാമനെ വാലെ ഹിസ്സേ കി സമതൽ ജമീൻ പർ ലേ ആയി. അങ്ങനെ ആൺകുട്ടികളൊക്കെ കേശവനെ വളരെ ശ്രദ്ധാപൂർവം എടുത്തിട്ട് കെട്ടിടത്തിൻ്റെ ഫ്രണ്ടിൽ നിരപ്പായ സ്ഥലത്ത് കൊണ്ടുപോയി. ഇത്തനേമേ കേശവ്ക്ക് മാതാപിതാ ബി ദൗഡേ ഹുയേ ആയി. ഇതിനിടയിൽ എന്താണ് കേശവൻ്റെ മാതാപിതാക്കൾ ഓടിയെത്തി. കേശവയ്ക്ക് മാ ചീക്കർ റോപ്പടി, അവൻ്റെ അമ്മ നിലവിളിച്ച് കരയാൻ തുടങ്ങി. തബി ഓട്ടോ ഭി ആ ഗയ, അങ്ങനെ ഓട്ടോ വന്നു. കേശവക്ക് ജൽദി സി ഉസ്മേൻ ലിട്ടായ ഗയ, അങ്ങനെ കേശവനെ പെട്ടെന്ന് തന്നെ ഓട്ടോയിൽ കിടത്തി. ഉസ്കെ മാതാപിതാ ബി തത്ക്ഷൺ ഉസ്കെ സാത്ത് ഓട്ടോമേം സവാർ ഹോ ഗയെ, അങ്ങനെ പെട്ടെന്ന് തന്നെ അവൻ്റെ മാതാപിതാക്കളും ഉടനെ അവനോടൊപ്പം എന്താണ് ഓട്ടോയിൽ കയറി. ലഡ്കോം കാ ദൂസരാ ദിൻ ഖാലി ഖാലി ബീത്ത, അങ്ങനെ എന്താണ് ആൺകുട്ടികൾ അങ്ങനെ രണ്ടാമത്തെ ദിവസം ആൺകുട്ടികൾ എന്താണ് കളിക്കൊന്നും ചെയ്യാതെ അവിടെ വെറുതെ ഇരുന്നു. ഉन्होंने तय किया कि बिना घर के लोगों को बतलाए कल वे अपनी साइकिलों से हॉस्पिटल जाएगी. അപ്പം അങ്ങനെ അവർ തീരുമാനിച്ചു എന്താണ് നാളെ എന്താണ് ഹോസ്പിറ്റലിലോട്ട് പോകാൻ വേണ്ടി തീരുമാനിച്ചു. ജഹാം കേശവക്ക് ഇലാജ് ഹോ രഹാ ഹെ, അവിടെയാണ് കേശവന് എന്താണ് ഇലാജ് എന്ന് പറഞ്ഞാൽ ചികിത്സ ട്രീറ്റ്മെൻറ്റ് നടക്കുന്നത്. ഉन्होंने दोपहर का समय तय किया और एक एक कर सभी नीम के पेड़ के पास जमा होने लगा. അങ്ങനെ അവർ തീരുമാനിച്ചു എന്താണ് ഉച്ചയ്ക്ക് വേപ്പിൻ്റെ മരത്തിൻ്റെ ചുവട്ടിൽ ഒത്തുകൂടാൻ അവർ തീരുമാനിച്ചു. കേശവ് കെ അസ്ഥായി ഢേരെ കെ പാസ് ഏക്ക് ഓട്ടോ ആക്കർ ഘടാ ഹുവ, അങ്ങനെ കേശവിൻ്റെ ആ ഒരു സ്ഥിരമല്ലാത്ത അതായത് താൽക്കാലികമായിട്ടുള്ള ആ ടെൻറ്റിൻ്റെ അവിടെ എന്താണ് ഒരു ഓട്ടോ വന്നിട്ട് നിന്നു. ഉസ്മേം സെ കേശവയ്ക്ക് മാതാപിതാ ഉദർക്കർ ഠേരയ്ക്ക് അന്തർ ജാരേ, അങ്ങനെ ആ ഓട്ടോയിൽ നിന്നിട്ടും അച്ഛനും അമ്മയും ആ ടെൻറ്റിൻ്റെ ഉള്ളിലോട്ട് പോയി. പക്ഷേ കേശവ് ഉണ്ടായിരുന്നില്ല. ഉനോനെ അപ്പിനെ, അതായത് അവരുടെ കൂടെ ഉണ്ടായിരുന്നില്ല. ഉനോനെ അപ്പിനെ എക് സാത്തി കോ അഖേലെ ചുപ്ചാപ്പ് ജാക്കർ കേശവയ്ക്ക് ബാരേമേം ഖബർ ലാനെ കെ ലിയെ തയ്യാർ കിയ, അങ്ങനെ അവരെന്ത് ചെയ്തു കേശവനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ അറിയാൻ വേണ്ടി അവരുടെ ഒരു സുഹൃത്തിനെ ഇങ്ങനെ പ്രേരിപ്പിച്ചു പോയി ഒന്ന് അന്വേഷിക്കുക ചോദിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട്. വഹലെടുക്ക ഗയ ഓർ ഉസ്നെ ഓട്ടോ വാലേസെ ബാത് കി ഓർ ഓട്ടോ മേം ചാങ്കക്കർ ചല ആയ, അങ്ങനെ ആ ഒരു കുട്ടി ഡ്രൈവറോട് പോയി സംസാരിച്ചിട്ട് ഓട്ടോയിലോട്ട് ചാങ്കക്കർ എന്ന് പറഞ്ഞാൽ എത്തി നോക്കി. ലൗട്ട്കർ ഉസ്നെ ഘബ്രായി ആവാസ് മേം ധീരെ ധീരെ കഹ, അങ്ങനെ അവൻ പരിഭ്രമിച്ചിട്ട് അവൻ എന്താണ് ശബ്ദം ഇങ്ങനെ കുറച്ച് പറഞ്ഞു, മെല്ലെ പറഞ്ഞു. എന്തു പറഞ്ഞു? ഓട്ടോമേ കേശവ് ഏക്ക് കരുവട്ട് ലേട്ടാ ഹേ മുझे ഉസ്നെ നഹി ദേക്ക. അപ്പം എന്താ പറഞ്ഞു, ഈ കേശവ് ഓട്ടോയിൽ ഒരു വശം ചരിഞ്ഞ് കിടക്കുന്നുണ്ട്, പക്ഷെ അവൻ എന്നെ കണ്ടില്ല എന്ന് പറയാണ്. ഉസ്കെ ഏക്ക് ഹാത്ത് ഓർ ഏക്ക് പയർമേ പ്ലാസ്റ്റർ ചടാ ഹുവ, അങ്ങനെ അവൻ്റെ ഒരു കയ്യിലും ഒരു കാലിലും എന്താണ് പ്ലാസ്റ്റർ ഇട്ടിട്ടുണ്ട് എന്ന് പറയാണ്. ऑटो वाले ने बतलाया कि वे सभी अपना सामान बटोरकर उसी ऑटो से अभी बस स्टैंड जा रहे हैं. അപ്പോൾ പറഞ്ഞു അവരെന്താണ് അവരുടെ ലഗേജൊക്കെ എടുത്തതിന് ശേഷം ബസ് സ്റ്റാൻഡിലോട്ട് പോവുകയാണ്. വഹീസെ ബസ്സെ അപ്പിനെ ഗാവ് ഭി നിക്കൽ ജായേഗി, അവിടെ നിന്ന് അവരെന്ത് ചെയ്യും ബസ്സിൽ അവരുടെ ഗ്രാമത്തിലോട്ട് പോകുമെന്ന് പറയാണ്. ബേച്ചാരെ ലടുക്കേക്ക് ഹഡ്ഡിയാം ടൂട്ട് ഗയി യാർ
और वह भी ഹമാരെ കാരൻ. അപ്പോൾ പറയണം പാവം കുട്ടിയുടെ അസ്ഥികളൊക്കെ ഇങ്ങനെ പൊട്ടിപ്പോയിട്ടുണ്ട്. അടിയെന്ന് പറഞ്ഞാൽ അസ്ഥികൾ, ടൂട്ടുകയെന്ന് പറഞ്ഞാൽ മുറിഞ്ഞു പോവുക, പൊട്ടിപ്പോവുക. സുഹൃത്തുക്കളോട് പറയാണ് അതും നമ്മളാണ് കാരണമെന്ന് പറയാണ്. ഗരീബ് മസ്ദൂർ പരിവാർ എന്താണ് പാവപ്പെട്ട തൊഴിലാളി കുടുംബമാണ്. ജിസ്ക അപ്പിന യഹാ കൊയ് സ്ഥായി ഠിക്കാന നഹീദ്, അവർക്ക് സ്ഥിരതാമസക്കാരല്ല, സ്ഥിരമായിട്ടൊരു വീടില്ല. പിന്നെ കുൽ ദോത്തോ 3 ഖഡ്രിയാം ലേക്കർ ജൽത്തി ഹി വാപ്പസ് ഓട്ടോ മേ ആ ബൈട്ടാത്ത, അവർക്ക് 2-3 കെട്ടുകൾ മാത്രമാണ് ഓട്ടോയിൽ. വേഗത്തിൽ എന്താണ് അവർ ആ കെട്ടുകളൊക്കെ എടുത്തിട്ട് ഓട്ടോയിൽ മടങ്ങി. ऑटो चल पड़ी और जब उन खिलाड़ी लड़कों से सामने पहुंची तो उन्होंने सड़क घेर कर उसके रोक लिया. അങ്ങനെ അവരെന്ത് ചെയ്തു, ആ ഓട്ടോ നീങ്ങി തുടങ്ങിയപ്പോൾ ആ കുട്ടികളൊക്കെ ആ റോഡ് എന്ത് ചെയ്തു, ആ റോഡ് ഇങ്ങനെ ക്രോസ് ചെയ്തിട്ട് ഉപരോധിച്ചിട്ട് ഇങ്ങനെ നിന്നു. അതായത് ആ ഓട്ടോ പോകുമ്പോൾ ആ ഓട്ടോയ്ക്ക് ഇങ്ങനെ കുറുകയായിട്ട് നിന്നു. അങ്കിൾ കേശോ കൈസാഹേ, അപ്പോൾ ചോദിക്കണം അങ്കിൾ കേശവന് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുകയാണ്. ആൻറ്റി ഡോക്ടർ ക്യാ ബോല, ആൻറ്റി ഡോക്ടർ എന്താണ് പറഞ്ഞത്. ജൽദി ടീക് തോ ഹോ ജായേഗന, പെട്ടെന്ന് അവനെല്ലാം ഓക്കെ ആവില്ലേ എന്ന് പറയാണ്. സാരേ ലടിക്കെ ചാരോം തരഫ് से ऑटो को घेर कर गए थे और लेटे हुए केशव को देखते हुए उसके माता पिता से पूछ रहे थे. അങ്ങനെ അവർ ഓട്ടോയ്ക്ക് ചുറ്റും നിന്ന് കേശവ് കിടക്കുന്നത് നോക്കി അവൻ്റെ മാതാപിതാക്കളോടൊക്കെ ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ ചോദിക്കുകയായിരുന്നു. മഗർ അബ് ലഡ്കോം കി ആവാസ് സുൻകർ ജാഗ് ഗയാ था और इन्हें देखता हुए लेटे लेटे मुस्कुरा रहा था. अपने एक साबुत हाथ जरा सा ऊपर उठाया, लड़के तो साथ मिलाने को ठूट पड़े. അങ്ങനെ അവൻ കേശവൻ ആ ശബ്ദം കേട്ടപ്പോൾ അവനിങ്ങനെ ഇടയ്ക്ക് ഉണർന്നിട്ട് ഇങ്ങനെ അവരെ നോക്കി പുഞ്ചിരിക്കുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ അവൻ തൻ്റെ ആരോഗ്യമുള്ള ഒരു കൈ കുറച്ച് അല്പം ഉയർത്തിയിട്ട് ആൺകുട്ടികളോട് എന്താണ് അവനുമായി ഇങ്ങനെ കൈകുലുക്കാനായിട്ട് ഇങ്ങനെ ഓടി. അതായത് അവനിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കൈ ഇങ്ങനെ ഇതാക്കി. തും ജൽദി ടിക് ഹോ ജാവോഗി കേശവ്, അപ്പോൾ പറയണം നിനക്ക് പെട്ടെന്ന് എന്നെ സുഖം പ്രാപിക്കണം, നിനക്ക് പെട്ടെന്ന് ഓക്കെ ആവും. लड़कों की एक टीम के कैप्टन ने कहा और अपने हाथ में रखा बिस्कुट का पैकेट केशव की माँ को सौंप दिया. आंटी इसे रास्ते में भूख लगेगी तो खिलाइएगा. तो പറയാണ് ഒരു ബിസ്ക്കറ്റിൻ്റെ പാക്കറ്റ് കേശവൻ്റെ അമ്മയ്ക്ക് കൊടുത്തിട്ട് പറഞ്ഞു, ആൻറ്റി വഴിയിൽ അവനെ വിശക്കുന്നുണ്ടെങ്കിൽ ദയവായിട്ട് അവനെ ഭക്ഷണം കൊടുക്കൂ എന്ന് ആര് പറയാണ്, ആ ഒരു ടീമിലുള്ള ഒരു കുട്ടി ഇങ്ങനെ ബിസ്ക്കറ്റ് പാക്കറ്റ് കൊടുത്തിട്ട് പറയാണ്. അബ് തും ലൗട്ടോഗെ കേശവ് തോ ഹമാരി ടീം സേ ഖേൽന, അപ്പോൾ പറയാണ് നീ ഇനി തിരിച്ചു വരുമ്പോൾ കേശവ് നമ്മുടെ ടീമിൽ എന്താണ് കളിക്കണം. പഹലി ടീം കെ ക്യാപ്റ്റനെ കേശവ്ക്ക് ഓഫർ ദിയ, അങ്ങനെ ഫസ്റ്റ് ആദ്യ ടീമിൻ്റെ ക്യാപ്റ്റൻ എന്താണ് കേശവിന് നിർദ്ദേശം കൊടുത്തു. പിന്നീട് എന്താണ് ലഡ്കോനെ അപ്പനെ ഹാത്തോം കാ ബല്ല പാഡ് സ്റ്റംപ് ബോൾ ഓർ വഹ് ഷീൽഡ് ജോ കിസി ഒന്നുകൂടി വയ്ക്കാം. ലഡ്കോനെ अपने हाथों का बल्ला पैड स्टंप बॉल और वह शील्ड जो किसी टीम की नहीं हो सकी थी ऑटो के पीछे की जगह में केशव को दिखाते हुए धर दिया. അതായത് അവരുടെ ബാറ്റുകളും പാഡുകൾ സ്റ്റമ്പുകൾ പന്തുകൾ ഒരു ടീമിന് അവകാശപ്പെടാൻ കഴിയാത്ത, അതായത് ഷീൽഡ് എന്നിവ എന്താണ് ഓട്ടോയിൽ കേശവ് കാണുന്ന പോലെ വെച്ചു. എന്നിട്ട് എന്താണ് അവർ കേശവിന് കാണിച്ചു കൊടുത്തു. एक कैप्टन ने अपनी जेब से वाइट कैप निकाली और केशव के सिर की तरफ धर दी. അങ്ങനെ ഒരു ക്യാപ്റ്റൻ എന്ത് ചെയ്തു, തൻ്റെ പോക്കറ്റിൽ നിന്നും വെളുത്ത തൊപ്പി എടുത്തിട്ട് കേശവിൻ്റെ തലയിൽ വെച്ചു. ഓട്ടോ ആഘേ ബഡനെ ലഗി തോ കേശവനെ അപ്പനെ പിതാസെ കഹാ ബാബു മുജെ ക്യാ പെഹനാ ഥോ. അപ്പോൾ പറയാണ് ഓട്ടോ മുന്നോട്ട് ഇങ്ങനെ നീങ്ങി തുടങ്ങിയപ്പോൾ കേശവ് അച്ഛനോട് പറഞ്ഞു, ബാബു എനിക്ക് ഒരു തൊപ്പി ഇങ്ങനെ ധരിക്കാൻ സഹായിക്കും, അല്ലെങ്കിൽ തൊപ്പി ഒന്ന് വെച്ച് തരൂ എന്ന് പറയാണ്. പിതാനെ വൈറ്റ് ക്യാപ് കേശവയ്ക്ക് സിർ പർ പെഹനാദി. അങ്ങനെ പിതാവ് എന്ത് ചെയ്തു, അച്ഛൻ കേശവിൻ്റെ തലയിൽ വെളുത്ത തൊപ്പി വെച്ചു കൊടുത്തു. ഓട്ടോക്ക് ആഖേ പടനേസെ ദൂര ഹോത്തി. അങ്ങനെ ഓട്ടോ കുറച്ച് നീങ്ങി തുടങ്ങിയപ്പോൾ ദൂരത്ത് ഒരു സ്ഥലത്തെത്തിയപ്പോൾ ക്രിക്കറ്റ് ടീമോംകോ ജോ അബ് ബി ഏക്ക് ജഗഹ് ഗഡി. അങ്ങനെ ഓട്ടോയ്ക്ക് എന്താണ് ഒരു സ്ഥലത്ത് നിന്നുകൊണ്ട് ഓട്ടോയ്ക്ക് നേരെ കൈവീശിക്കൊണ്ടിരുന്ന
എന്താണ് ക്രിക്കറ്റ് ടീമുകളൊക്കെ ഇങ്ങനെ അകന്നു. അതായത് ഇങ്ങനെ ഓട്ടം മുന്നോട്ട് നീങ്ങുമ്പോൾ അവരിങ്ങനെ അകന്നു പോവുകയാണല്ലോ. കേശുവിനെ അപ്പിനെ സാബുത്ത് ഹാത്ത് സെ സിർക്കി ക്യാപ് ഉധാരി ഓർ ഓട്ടോ കെ ബാഹർ നിക്കാൽക്കർ ലഹരാനെ ലഗ. അങ്ങനെ ആ തൊപ്പി എന്ത് ചെയ്തു, അവൻ എന്ത് ചെയ്തു, മുഴുവൻ കൈകൊണ്ട് ഊരി മാറ്റി ഓട്ടോയിൽ നിന്ന് പുറത്തെടുത്ത ശേഷം ഇങ്ങനെ അതിങ്ങനെ വീശാൻ തുടങ്ങി. പേജ് നമ്പർ 42 ചിത്രത്തിൽ കാണുന്നത് പോലെ ഓട്ടോയിൽ നിന്ന് എന്താണ് ആ വൈറ്റ് ക്യാപ്പ് എടുത്തിട്ട് ഇങ്ങനെ വീശാലേ. അതായത് അവർക്ക് കുറച്ച് ദൂരെ എത്തുന്ന വരെ അതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക അല്ലേ. ആ ഒരു രീതിയിലാണ് കേശവ് ചെയ്തത്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു കഹാനി. അപ്പോൾ ഈ കഹാനിയൊക്കെ മനസ്സിലാക്കാം. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ആക്ടിവിറ്റീസൊക്കെ നോക്കാം. ധന്യവാദ്.